നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ വളരെ സ്നേഹത്തോടുകൂടി ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആരാധനയിൽ പല പരിധികളും പരിമിതികളും ഉണ്ട്. നമ്മുടെ ആലയം ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പല ഭാഗത്ത് ആയിരിക്കുന്നു. എന്നാൽ ഞാൻ ചിന്തിക്കുന്നു, നിങ്ങളെല്ലാവരും, എല്ലാ കുടുംബങ്ങളും ഈ ആരാധനയെ സ്വീകരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമുക്ക് മോഡേൺ ടെക്നോളജി ഒന്നും ഇന്നത്തെ സാഹചര്യത്തിൽ ഉപയോഗിക്കാനായി സാധിക്കുന്നില്ല. ഉള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഇതിൽ പങ്കുചേരുകയും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ഓരോ സമയത്തും ഈ ആരാധനയിൽ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര ഗോചരവുമാകുന്നു. സകലതും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ. അവനിൽ നിന്നേക്കും മഹത്വം. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ശക്തിയാലും ജ്ഞാനത്താലും സകലത്തെയും സൃഷ്ടിക്കുകയും ഞങ്ങളുടെ രക്ഷിതാവായിരിക്കാൻ നിന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കുകയും ചെയ്ത പിതാവായ ദൈവമേ, നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. പാപമൊഴികെ സകലത്തിലും ഞങ്ങൾക്ക് തുല്യമായി തീർന്നവനും ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത പുത്രനായ ദൈവമേ, അങ്ങേക്ക് സ്തുതി ഉണ്ടാകട്ടെ. സകല സത്യത്തിൽ ഞങ്ങളെ വഴി നടത്തുകയും ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ പകരുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി ഉണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിനക്ക് സകല മഹത്വവും സ്തുതിയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.
സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധന സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയവരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. വിശുദ്ധമായ ശാന്തസമയം ദൈവികമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തേക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനായ ദൈവത്തോട് നമ്മുടെ കുറവുകളെ നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ പ്രവൃത്തിയിലും ചിന്തയിലും നമ്മുടെ വാക്കിലും അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ കുറവുകളും സർവശക്തനോട് ഏറ്റുപറഞ്ഞ് പാപമോചനത്തിനായി നമുക്ക് അപേക്ഷിക്കാം. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ പ്രാർത്ഥന 51-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 4 വരെയും 10ഉം 12ഉം വാക്യങ്ങളും. ദൈവമേ, നിന്റെ ദയക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാവങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ അങ്ങയെ സേവിപ്പാനായിട്ട് അവർക്ക് പാവമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അവിടത്തോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവജന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 14 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 1 വേഴ്സസ് 4 to 14. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്നൊരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിന്റെ ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ല സ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. അതിന്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു. അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യം ഉണ്ടായിരുന്നു. ഓരോന്നിന് 4 മുഖവും 4 ചിറകുകളും ഉണ്ടായിരുന്നു. അവയുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിന്റെ കുളമ്പ് പോലെയുമായിരുന്നു.
മിനുക്കിയ താമ്രം പോലെ അവ മിന്നിക്കൊണ്ടിരുന്നു. അവയ്ക്ക് 4 ഭാഗത്തും ചിറകിന്റെ കീഴായി മനുഷ്യ കൈയുണ്ടായിരുന്നു. 4നും മുഖങ്ങളും ചിറകുകളും ഇങ്ങനെയായിരുന്നു. അവയുടെ ചിറകുകൾ ഒന്നോടൊന്ന് തൊട്ടിരുന്നു. പോകുമ്പോൾ അവ തിരിയാതെ ഓരോന്നും നേരെ മുമ്പോട്ട് പോകും. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖമുണ്ടായിരുന്നു. 4നും വലതുഭാഗത്ത് സിംഹമുഖവും ഇടതുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4നും കഴുകുമുഖവും ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അവയുടെ മുഖങ്ങൾ. അവയുടെ ചിറകുകൾ മേൽഭാഗം വിടർന്നിരുന്നു. ഈ 2 ചിറകുകൾ തമ്മിൽ തൊട്ടും ഈ 2 ചിറകുകളുടെ ശരീരം മറച്ചും ഇരുന്നു. അവ ഓരോന്നും നേരെ മുമ്പോട്ട് പോകും. പോകുമ്പോൾ അവ തിരിയാതെ ആത്മാവിന് പോകേണ്ട ഇടത്തേക്ക് തന്നെ പോകും. ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളതായിരുന്നു. തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു. ജീവികൾ മിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ 1-ാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ദൈവമേ നിനക്കു സ്തോത്രമുണ്ടാകട്ടെ. The 10 Commandments. God spoke all these words, saying, I am the Lord your God. You shall have no other gods before me. You shall not make for yourself a graven image, or any likeness of anything that is in heaven above, or that is in earth beneath, or that is in water under the earth. You shall not bow down to serve them. You shall not take the name of the Lord your God in vain. Remember the Sabbath day to keep it holy. 6 days you shall labor and do all your work, but the 7th day is a Sabbath to the Lord your God. Honor your father and your mother. You shall not kill. You shall not commit adultery. You shall not steal. You shall not bear false witness. You shall not covet. ഇന്നേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 98, സാംസ് 98. സങ്കീർത്തനം 98 നമുക്ക് വാക്യം പ്രതി വാക്യമായി വായിക്കാം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ വലങ്കയും അവന്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. അവൻ ഇസ്രായേൽ ഗൃഹത്തിന് തന്റെ ദയയും വിശ്വസ്തയും ഓർത്തിരിക്കുന്നു. ഭൂമിയുടെ അറുതികളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷ കണ്ടിരിക്കുന്നു. കിന്നരത്തോടെ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവിൻ. കിന്നരത്തോടും സംഗീത സ്വരത്തോടും കൂടെ തന്നെ രാജാവായ യഹോവയുടെ സന്നിധിയിൽ ഘോഷിപ്പിൻ. സമുദ്രവും അതിന്റെ നിറവും ഭൂതലവും അതിൽ വസിക്കുന്നവരും മുഴങ്ങട്ടെ. പർവ്വതങ്ങൾ ഒരുപോലെ യഹോവയുടെ ഉല്ലസിച്ച് ഘോഷിക്കട്ടെ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. ഭൂലോകത്തെ നീതിയോടും ജാതികളോടും നേരോടും കൂടെ വിധിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യങ്ങളിൽ ഇപ്പോഴുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന 2-ാം പാഠം വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 2 Corinthians chapter 13 verses 11 to 40. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പി, യഥാസ്ഥാനപ്പെടുവി, ആശ്വസിച്ചുകൊള്ളുവി, ഏകമനസ്സുള്ളവരാകുവി, സമാധാനത്തോടെ ഇരിപ്പി. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവി. സഹോദരന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ 2-ാം പാഠഭാഗം അവസാനിച്ചിരിക്കുന്നു.
ദൈവമേ നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. A reading from the book of Matthew chapter 5 verse 3 to 11. I repeat, Matthew chapter 5 verse 3 to 11. Blessed are the poor in spirit, for theirs is the kingdom of heaven. Blessed are they that mourn, for they shall be comforted. Blessed are the meek, for they shall inherit the earth. Blessed are they which do hunger and thirst after righteousness, for they shall be filled. Blessed are the merciful, for they shall obtain mercy. Blessed are the pure in heart, for they shall see God. Blessed are the peacemaker, for they shall be called the children of God. Blessed are they which are persecuted for righteousness' sake, for theirs is the kingdom of heaven. Blessed are ye when men shall revile you and persecute you, and shall say all manner of evil against you falsely for my sake. Here ends the lesson. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ തീർത്തുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഇങ്ങനെ പാഠം കഴിയുന്നു. ഇന്നേക്കുള്ള പ്രത്യേക പ്രാർത്ഥന, ബർത്ത്ഡേസ് ആൻഡ് വെഡിങ് ആനിവേഴ്സറീസ് ആൻഡ് സ്പെഷ്യൽ റിക്വസ്റ്റ്. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവന്റെ ആധാരമായിരിക്കുന്നവനും ജീവനെ പോഷിക്കുന്നവനും ജീവനെ നിലനിർത്തുന്നവനുമായ ഞങ്ങളുടെ കർത്താവേ, അങ്ങ് നൽകിയ ജീവനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ദൈവം തന്ന അനുഗ്രഹത്തെ ഓർത്ത് അങ്ങേ സ്തുതിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ അവിടുത്തെ കൃപയുടെ ആത്മാവിനെ പകരണമേ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവൻ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവെ, നിതിൻ ജോണിനെ ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. അവൻ നൽകിയ ആയുസിന്റെ വർദ്ധനവിനായി സ്തോത്രം. കൃപയും അനുഗ്രഹവും കൊണ്ട് നിറയ്ക്കുകയും അവന്റെ ജീവിതം അനുഗ്രഹകരമായിരിക്കാൻ അങ്ങ് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ് നൽകണമേ കർത്താവെ. ദൈവം ദാനമായി നൽകിയ കുടുംബ ജീവിതത്തിൽ ഓർത്ത് കർത്താവെ, അങ്ങയിൽ സന്തോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. അങ്ങ് നൽകിയ കുടുംബ ജീവിതത്തിനായി ഞങ്ങൾ പ്രത്യേകം സ്തോത്രം പറയുന്നു. വിശേഷ VA ഫിലിപ്പ് ആൻഡ് ഷൈനി ഫിലിപ്പ്, വിജയ് ഫിലിപ്പ് ആൻഡ് പ്രിൻസി എബ്രഹാം എന്നീ പ്രിയ ദമ്പതികളെ ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ അങ്ങ് നായകനായി വാഴണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളെ തണഞ്ഞത് മുമ്പോട്ട് ജീവിപ്പാൻ തക്ക കൃപ നൽകണമേ. ഇതുവരെയും അങ്ങ് നൽകിയ എല്ലാ ഉപകാരങ്ങൾക്കായി നന്ദിയോടുകൂടി ദൈവത്തിന് സ്തോത്രം പറയുന്നു. കർത്താവെ, ധാരാളം പേർ ഭവനങ്ങളിലായി പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. അവിടുത്തെ സ്പർശനം ആവശ്യപ്പെടുന്നു. അവിടുത്തെ കൂട്ടായ്മ ആവശ്യപ്പെടുന്നു. അവിടുത്തെ ദിവ്യ സംസർഗം അവർ ആഗ്രഹിക്കുന്നു. അങ്ങയെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. അവിടുത്തെ സ്പർശനം നൽകി അവിടുത്തെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ആരെല്ലാം കർത്താവെ അവിടുത്തെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു, അങ്ങ് അറിയുന്നുവല്ലോ കർത്താവെ. ദൂരം അങ്ങേക്ക് പ്രശ്നമല്ല. അങ്ങയുടെ കണ്ണ് ഞങ്ങളെല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും ആസ്വദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന്
പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് തൃത്വ ഞായറാണ്, ട്രിനിറ്റി സൺഡേ. ഈ ദിവസത്തിൽ വി ബിലീവ് ഇൻ ദ ട്രയോൺ ഗാഡ്, ത്രിയേക ദൈവത്തിൽ ഞങ്ങളുടെ വിശ്വാസം എന്ന ചിന്തയെ മനസ്സിൽ വെച്ചുകൊണ്ട് വിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ട്രിനിറ്റി എന്ന ഗ്രീക്ക് പദം ട്രയാസ് ആൻഡ് യൂണിറ്റാസ് എന്ന രണ്ട് ഗ്രീക്ക് പദങ്ങളുടെ സംയോജനമാണ്. ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് തിയോഫിലോസ് ഓഫ് അന്ത്യോക്ക് ആണ്. പിൽക്കാലത്ത് സഭാപിതാക്കന്മാരായ തെർത്തുല്യൻ, അത്തനാസ്യസ്, അഗസ്റ്റിൻ തുടങ്ങിയവർ ഈ പദത്തെ ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കുവാനായി ശ്രമിച്ചു. എന്നാൽ 4-ാം നൂറ്റാണ്ടിലെ അറിയോസ് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വ്യത്യസ്ത രീതിയിൽ കണ്ടു. അങ്ങനെ 3 തരം വ്യത്യസ്ത ദൈവിക ആളത്വങ്ങളെ സൃഷ്ടിക്കുവാനായി ശ്രമിച്ചു. ഈ സാഹചര്യത്തിൽ അത്തനോസ് എന്ന സഭാപിതാവ് വിശുദ്ധ തൃത്വത്തെ ഏകോപിപ്പിക്കുവാനായി ശ്രമിച്ചു. ഈ തൃത്വം എസൻസ് അഥവാ ബീയിങ്, മലയാളം പദത്തിൽ സത്ത അല്ലെങ്കിൽ ഉണ്മ, ഇവ വ്യത്യസ്തമാണെങ്കിലും സാരാംശത്തിൽ ഇവരുടെ ഐക്യത്തെക്കുറിച്ച് തെളിയിച്ചു. വിശുദ്ധ തൃത്വം ഉണ്മയിൽ സാരാംശത്തിൽ വ്യത്യാസമാണെങ്കിലും ഇവ ഐക്യപ്പെട്ടിരിക്കുന്നുവെന്ന് പഠിപ്പിക്കുവാനായി ശ്രമിച്ചു. അങ്ങനെ ഈ തൃത്വ ചിന്തകൾ പല കാലങ്ങളിലായി മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചതിൻ്റെ ഒരു ഉത്തരം തൃത്വം എന്നത് ഒരു ഫണ്ടമെന്റൽ ഡോക്ട്രിൻ ആണ് എന്ന് മനസ്സിലാക്കാനായി സാധിച്ചു. നേരിട്ട് തൃത്വത്തെ അഥവാ ട്രിനിറ്റിയെ കുറിച്ച് വേദപുസ്തകത്തിൽ ഒരു ഭാഗത്തും പറയുന്നില്ല. എന്നാൽ ഈ വിശുദ്ധ തൃത്വം നമ്മുടെ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്.
ഒടുവിലായി ഇങ്ങനെ കണ്ടുപിടിച്ചു: പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കോ ഈക്വൽ ആൻഡ് കോ ഇറ്റേണൽ. ഇത് വെറുതെ പ്രസ്താവിച്ചതല്ല, വചന അടിസ്ഥാനത്തിൽ തന്നെ അതിനെ വ്യാഖ്യാനിക്കുവാനും പഠിപ്പിക്കുവാനായി ശ്രമിച്ചു. തത്വത്തിൽ ഒന്നായ ഒരു ദൈവവും ആ ദൈവത്തിന്റെ 3 രൂപത്തിലുള്ള മനസ്സിലാക്കലുമാണ് ഇന്ന് നാം പ്രധാനമായി ചിന്തിക്കുവാൻ പോകുന്നത്. ട്രിനിറ്റിയെ കുറിച്ച് ശരിയായിട്ട് അറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ അറിവുകൾ തകിടം മറിയും, നമ്മുടെ ചിന്തകൾ കോൺട്രഡിക്ടറി ആകും. അതുകൊണ്ട് ഈ ചിന്ത വ്യക്തമായി നാം ഗ്രഹിക്കുവാൻ പ്രാർത്ഥനയോടുകൂടി ശ്രമിക്കുക. ഇന്ത്യൻ ഫിലോസഫിയിൽ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു സംരക്ഷിക്കുന്നു, ശിവൻ സംഹരിക്കുന്നു എന്ന ചിന്ത വളരെ പരിചിതമാണ്. എന്നാൽ വിശുദ്ധ തൃത്വത്തിൽ പ്രവർത്തനങ്ങളെല്ലാം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഐക്യത്തിൽ ചെയ്യുന്നു. തൃത്വത്തിന്റെ ഐക്യം പഠിക്കാൻ വേദശാസ്ത്രജ്ഞന്മാർ പല ഉദാഹരണങ്ങളും നൽകിയിട്ടുണ്ട്. അവയിൽ 2-3 ഞാൻ ഇത്തരണത്തിൽ പങ്കുവയ്ക്കാം. ജലം, വാട്ടർ, അതിന്റെ ഭാഗങ്ങളാണല്ലോ ലിക്വിഡ്, സോളിഡ് ആൻഡ് സ്റ്റീം. ദ്രാവകം, ഖരം, ആവി. 3 നമ്മൾ കാണുന്നെങ്കിലും ജലം ജലം തന്നെയാണ്. ഇവ ജലത്തിന്റെ ഭാഗങ്ങളാണ്. സൂര്യൻ, അതിന് ചൂടുണ്ട്, അതിന് പ്രകാശമുണ്ട്, പ്രകാശത്തിന് ചിലപ്പോൾ നിറമുണ്ട്. സന്ധ്യാസമയത്തെ പ്രകാശത്തിന് പ്രത്യേക നിറമുണ്ട്, ചുവപ്പ് നിറമുണ്ട്. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അതിന്റെ യെല്ലോ നിറം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ ആൾ ടുഗദർ സൺ ഈസ് സൺ. എന്റെ പേര് സത്യനാഥ് എന്നാണ്. സഭയിൽ നിങ്ങൾ എന്നെ അച്ഛൻ എന്ന് വിളിക്കുന്നു. എന്റെ ഭാര്യ എന്നെ ചേട്ടൻ എന്ന് വിളിക്കുന്നു. എന്റെ മകൾ പപ്പ എന്ന് വിളിക്കുന്നു. കൊച്ചുമകൾ അപ്പച്ചൻ എന്നും വിളിക്കുന്നു. പക്ഷെ ഞാൻ സത്യനാഥാണ്. എന്റെ ഒരു വ്യക്തിത്വത്തിലെ വ്യത്യസ്ത അവസ്ഥകളിലൂടെ, അഥവാ എന്റെ വ്യത്യസ്ത റോളിലൂടെ, ഫംഗ്ഷനിലൂടെ, പ്രവൃത്തിയിലൂടെ എന്നെ വിവിധ രീതിയിൽ അവർ മനസ്സിലാക്കുന്നു. അവർ വിവിധ പേരുകളിൽ എന്നെ വിളിക്കുന്നു, സംബോധന ചെയ്യുന്നു. എങ്കിലും ഞാൻ സത്യനാഥാണ്, അതിന് മാറ്റമില്ല. ഇതുപോലെയാണ് വിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള അറിവ്. യഹോവ സാക്ഷിക്കാരും പ്രത്യേകിച്ച് ഇസ്ലാമിക ചിന്തകരും ബഹുദൈവ വിശ്വാസികളും നമ്മുടെ ഈ ചിന്തയെ, വിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള ചിന്തയെ അത്ര വിലയുള്ളതായി കാണുന്നില്ല. അതിനെ വില കുറഞ്ഞ് കാണുവാനായി ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള ചോദ്യശരങ്ങളെ, ചിന്തകളെ സയന്റിഫിക്കായി നേരിടുവാൻ, അങ്ങനെ നേരിട്ട് മനസ്സിലാക്കി എടുത്ത ഒരു ചിന്തയാണ് തൃത്വ ഉപദേശം എന്നത്. ദൈവം ഏകനാണെന്ന് ധാരാളം വേദഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഏകനായതുകൊണ്ട് എന്തിനാണ് തൃത്വം എന്ന് ചില ആളുകൾ ചോദിക്കുന്നു. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്തിനാണ് ഈ ത്രിയേക ചിന്തകളെ കുറിച്ചുള്ള പഠനം? എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണെന്ന് ധാരാളം ഉദ്ധരണികൾ വേദപുസ്തകത്തിലുണ്ട്. ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ചിന്തയിൽ കൊണ്ടുവരാം. യെശയ്യാവ് 45:22 ഞാൻ ഏകനാണ്. 44:6 ഞാൻ ആദ്യനും അന്ത്യനുമാണ്. പുറപ്പാട് പുസ്തകം 15:1 ഞാൻ അതുല്യനാണ്, എന്നെ പോലെ മറ്റാരുമില്ല. ഇതുപോലെ ആവർത്തനം 6, 4, 5, 32:9, 1 ശമൂവേൽ 2:2, 1 രാജാക്കന്മാർ 8:59 യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല. 10 കൽപ്പനകൾ പറയുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാവരുത്, അന്യ ദൈവം നിങ്ങൾക്കുണ്ടാവരുത്. ഈ സാഹചര്യത്തിൽ എന്താണ് ട്രിനിറ്റി, തൃത്വോപദേശം?
രണ്ടാമത് ആത്മാവിനെ കുറിച്ച് പറയുന്നു. യോഹന്നാൻ 4:24 ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. 2 കൊരിന്ത്യർ 3:17 കർത്താവ് ആത്മാവാകുന്നു. അപ്പോ പിതാവായ ദൈവത്തെ കുറിച്ച് പറയുന്നു, കർത്താവിനെ കുറിച്ച് പറയുന്നു. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 17 പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം. ഫിലിപ്പിയ ലേഖനം 2 നമ്മൾ വായിക്കുമ്പോൾ പിതാവിനെ അനുസരിക്കുന്ന രീതി. 1 യോഹന്നാൻ 4:8 ദൈവത്തിന്റെ സ്നേഹം ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തുന്ന കാര്യം. യോഹന്നാൻ 3:16 ദൈവത്തിന്റെ സ്നേഹം ക്രിസ്തുവിലൂടെ പ്രദർശിപ്പിക്കുന്നു, പുത്രൻ നൽകി. റോമർക്ക് ലേഖനം 5:8 ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുന്നു. ഇങ്ങനെ അനുസരണത്തിലൂടെയും അർപ്പണത്തിലൂടെയും വിധേയത്വത്തിലൂടെയും യേശുക്രിസ്തു ആ ബന്ധം സ്ഥാപിക്കുവാനായി ശ്രമിക്കുന്നു. ഗെത്സമനിയിലെ പ്രാർത്ഥന തന്നെയാണ് യേശു പിതാവിനോടുള്ള വിധേയത്വം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ 6 10 14 മുതൽ 17 വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഐക്യം, ആ ബന്ധം, ആ ഇന്റർറിലേഷൻ, ആ ഇന്റർഡിപ്പെൻഡൻസ്, പിന്നെ ഇൻസെപ്പറബിൾ റിലേഷൻഷിപ്പ്, ഇതെല്ലാം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല ഇവരുടെ പ്രത്യേക പ്രവർത്തനങ്ങളും വേദപുസ്തകത്തിൽ പറയുന്നു. മത്തായി സുവിശേഷം 26:36 ആ നാളും നാഴികയും സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും അറിയുന്നില്ല. അപ്പൊ പിതാവിന്റെ ഭാഗമുണ്ട്, അതുപോലെ പുത്രന്റെ ഭാഗം. യോഹന്നാൻ സുവിശേഷം 5:22 എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധിയെല്ലാം പുത്രന് നൽകിയിരിക്കുന്നു. അപ്പൊ പുത്രന്റെ കാര്യത്തിൽ പിതാവ് കൈകടത്തുന്നില്ല, പിതാവിന്റെ കാര്യത്തിൽ പുത്രൻ കൈകടത്തുന്നില്ല. പരിശുദ്ധാത്മാവും പിതാവും പുത്രനും ഇവർ തമ്മിൽ ഒരുമിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഒരു അനുഭവമാണ് തൃത്വത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. വിശുദ്ധ തൃത്വത്തിന് ട്രിനിറ്റിക്ക് ആധാരമാകുന്ന ധാരാളം ചിന്തകൾ വേദപുസ്തകത്തിനകത്തുണ്ട്, ധാരാളം ചിന്തകൾ. അതിൽ ചില ചിന്തകൾ കൂടെ ഞാൻ പങ്കുവയ്ക്കാനായി ശ്രമിക്കുന്നു. നമുക്ക് മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടി ഞാൻ ഒരു തിയറി അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു തിയറി അടിസ്ഥാനത്തിൽ വിശുദ്ധ തൃത്വത്തെ വ്യാഖ്യാനിക്കുവാനായി ശ്രമിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1:26 വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, ലെറ്റ് us make man in our own image after our own likeness. നാം നമ്മുടെ സദൃശത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. അപ്പൊ നാം നമ്മുടെ ഏകനല്ലാത്ത പ്ലൂറലായിട്ടുള്ള രീതിയിൽ അവിടെ രേഖപ്പെടുത്തുന്നു. വീണ്ടും നമ്മൾ വേദഭാഗം വായിക്കുമ്പോൾ യോഹന്നാൻ ഉൽപ്പത്തി പുസ്തകം 11:7 കം ലെറ്റ് us go down and there confuse their languages. വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷയെ കലക്കിക്കളയാൻ. നാം ഇറങ്ങിച്ചെന്ന് അവിടെയും പ്ലൂറലായി ഉപയോഗിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3:22 മനുഷ്യൻ നന്മതിന്മകളെ തിരിച്ചറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ the man has become like one of us. നമ്മിൽ, നാം എന്ന പദം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിക്കുന്ന പ്രക്രിയയിൽ അവിടെ ഈ ആളത്വത്തെ കുറിച്ച് രേഖപ്പെടുത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ എഴുതിയ എഴുത്തുകാരൻ ശ്രമിക്കുന്നു. രണ്ടാമത് പറയാനുള്ളത് തിയറി ഓഫ് ഹോസ്പിറ്റാലിറ്റി. ഉൽപ്പത്തി പുസ്തകം 18:1 മമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാമിന് യഹോവ പ്രത്യക്ഷനായി. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. ഈ 3 തൃത്വത്തിന്റെ പ്രതീകങ്ങളായി വേദശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കുന്നു. എന്തുകൊണ്ട് 2 പ്രത്യക്ഷപ്പെട്ടില്ല? എന്തുകൊണ്ട് 4 പ്രത്യക്ഷപ്പെട്ടില്ല? എന്തുകൊണ്ട് 3 ആളത്വങ്ങൾ പ്രത്യക്ഷപ്പെട്ടു? അപ്പൊ ഈ 3 പുരുഷന്മാർ വിശുദ്ധ തൃത്വത്തിന്റെ റെപ്രസെന്റേഷനാണ്, ഇവരെ പ്രതിനിധീകരിക്കുന്നതാണ്. ഇനി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഭാഗമാണ് വർഷിപ്പ് തിയറി ഓഫ് സെറാഫിം. ഐശയ്യായുടെ പുസ്തകം 6:3 ഓരോരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്
പരിശുദ്ധൻ, 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 സർവഭൂമി അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. 3 പ്രാവശ്യം. ഇത് തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്തുകൊണ്ട് 2 പ്രാവശ്യം പറഞ്ഞില്ല? എന്തുകൊണ്ട് 4 പ്രാവശ്യം പറഞ്ഞില്ല? വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നു, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? അടുത്ത് പറയുന്നു, ആർ നമുക്ക് വേണ്ടി പോകും. അപ്പൊ അവിടെയും പ്ലൂറലായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, ഹോളി 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 ഈസ് ദ ലോർഡ് ഗോഡ് ആൾമൈറ്റി ഹു വാസ് ആൻഡ് ഈസ് ടു കം. ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, ജീസസ് ക്രൈസ്റ്റ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ തൃത്വത്തിന്റെ രീതിയെ, ആ ചിട്ടയെ ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി മറ്റൊരു ചിന്ത, ബാപ്റ്റിസ്മൽ തിയറി ഓഫ് ജീസസ്. നമുക്ക് പരിചയമുള്ളതാണ്. മത്തായി സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 17 വായിക്കുമ്പോൾ, യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം തുറന്നു, ദൈവത്തിന്റെ ആത്മാവ് പ്രാവ് പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. എന്നിട്ട് പിതാവിന്റെ ശബ്ദം കേട്ടു, എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദമുണ്ടായി. പിതാവും ശബ്ദം നൽകിയതിലൂടെ പിതാവും, സ്വർഗത്തിൽ ഇറങ്ങി വന്നതിലൂടെ പ്രാവ് ഇറങ്ങി വന്നതിലൂടെ പരിശുദ്ധാത്മാവും, യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നൽകിയതിലുള്ള ക്രിസ്തുവും, ഈ 3 തൃത്വവും യോജിക്കുന്ന, നമുക്ക് വേണമെങ്കിൽ പറയാം, തൃത്വത്തിന്റെ സംഗമമാണ് ഈ അനുഭവം യേശുക്രിസ്തുവിന്റെ സ്നാനത്തിൽ വെളിപ്പെട്ടത്. വീണ്ടും നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ കമ്മീഷനിങ് തിയറി ഓഫ് ജീസസ് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിൽ മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. വിശുദ്ധ തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, യേശുവിന്റെ നാമത്തിൽ മാത്രമല്ല, യേശുനാമത്തിൽ മാത്രമല്ല, പിതാവിന്റെ നാമത്തിൽ മാത്രമല്ല, പുത്രന്റെ നാമത്തിൽ മാത്രമല്ല, ഇത് 3ഉം കൂടെ സംഗമിക്കുന്ന ഒരു അനുഭവത്തെയാണ് ഇവിടെ നമുക്ക് ഗ്രഹിക്കാനായി കഴിയുന്നത്. വീണ്ടും നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ് ബെനഡിക്ഷൻ തിയറി ഓഫ് പോൾ. പൗലോസിന്റെ ആശീർവാദ സിദ്ധാന്തം 2 കൊരിന്ത്യർ 13-ാം അധ്യായം 14-ാം വാക്യം, The grace of the Lord Jesus Christ and the love of God and the fellowship of the Holy Spirit be with you all. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും, ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ 3 ആളത്വങ്ങളുടെ, അതായത് 3 ആളത്വങ്ങൾ ഒരുമിച്ചുള്ള 3 പ്രവർത്തന രീതികളാണ്. കൃപ, സ്നേഹം, കൂട്ടായ്മ, അതൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ പെന്തക്കോസ്തിന്റെ അനുഭവത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായി സാധിക്കുന്നു. ആ ശബ്ദവും പിളർന്ന നാവുകളും തീയും പ്രത്യക്ഷപ്പെട്ടത് പിതാവിന്റെ സാന്നിധ്യമായും സീനായിയുടെ സാന്നിധ്യമായും, വചനം അവർ സംസാരിച്ചത് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമായും, പരിശുദ്ധാത്മാവിന്റെ ആ പ്രവാഹം, അതായത് ത്രിയേകത്തിന്റെ സാന്നിധ്യമായി നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികളിലും പ്രത്യേകിച്ച് ദൈവത്തിന്റെ വചനങ്ങളിലും ഉള്ള ആ ഐക്യം വിശുദ്ധ തൃത്വത്തിന്റെ ഐക്യമാണ്. അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് വിശ്വാസത്തിലൂടെ കണ്ടെത്തലാണ്, വചനധ്യാനത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്നതാണ്. അല്ല മറ്റൊരു വ്യക്തി മാറി നിന്നിട്ട് തൃത്വം എന്താണെന്ന് മനസ്സിലാക്കിയ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു അനുഭവം വിശ്വാസിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അനുഭവമാണ് വിശുദ്ധ തൃത്വത്തിന്റെ പ്രവർത്തനം എന്നുള്ളത് നാം ഗ്രഹിച്ചിരിക്കുക. ഈ വേദഭാഗങ്ങളെല്ലാം വിശുദ്ധ തൃത്വത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് വിവരിച്ചുവല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശ്വാസത്തിന്റെ ആണിക്കല്ലാണ് വിശുദ്ധ തൃത്വം. ഒരിക്കലും ഒരാൾ ഒരു ഓർഡർ സർവീസ് തയ്യാറാക്കി സഭയിലെ ഒരു സൺഡേ സ്കൂൾ സംഘടനയ്ക്ക് നടത്താനായി എന്നെ ഏൽപ്പിച്ചു.
ഞാൻ ആ ഓർഡർ സർവീസ് നോക്കിയിട്ട് പറഞ്ഞു, ഈ ഓർഡർ സർവീസ് നടത്താൻ സാധിക്കില്ല. നമ്മളൊരു ഓർഡർ സർവീസ് നടത്തണമെങ്കിൽ അതിൽ തൃത്വം ഉണ്ടായിരിക്കണം. ചില പാട്ടുകൾ, നല്ല പാട്ടുകൾ പാടും, എഴുതും, പക്ഷെ അത് തൃത്വം കാണുകയില്ല. അപ്പൊ തൃത്വത്തെക്കുറിച്ച്, വേദപുസ്തകത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് തൃത്വത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന ഒരാൾ അതിലേക്ക് വീക്ഷിക്കുമ്പോൾ തൃത്വ ചിന്തകൾ അതിനകത്ത് വന്നില്ല എങ്കിൽ അത് നമ്മളൊരു ഓർഡറായിട്ട് ഐക്യപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അപ്പൊ നമ്മുടെ ആരാധനയിലും നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ പ്രാർത്ഥനയുടെയും പാട്ടിന്റെയും എല്ലാ ചിന്തകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് തൃത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിന്റെ ആണിക്കല്ലാണ് തൃത്വം. ഡോക്ടർ എബിൻ ബ്രൂണ ഹോളി ട്രിനിറ്റിയെ കുറിച്ച് പറയുന്നത്, ഇതൊരു ഡിഫെൻസീവ് ഡോക്ട്രിൻ എന്നാണ്. തിയറി ഓഫ് ട്രിനിറ്റി ഈസ് എ ഡിഫെൻസീവ് ഡോക്ട്രിൻ. ഡോക്ടർ ചാൾസിന്റെ അഭിപ്രായത്തിൽ ട്രിനിറ്റി ഈസ് എ ബേസിക് ഡോക്ട്രിൻ, അതായത് വളരെ അടിസ്ഥാനപരമായ തത്വമാണ് ട്രിനിറ്റി സിദ്ധാന്തം എന്ന് പറയുന്നത്. ഈ ട്രിനിറ്റി സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് വേദശാസ്ത്രത്തിലെ എല്ലാ ശാസ്ത്രങ്ങളും, സോറ്റീരിയോളജി ആയാലും എസ്കറ്റോളജി ആയാലും പിന്നെ മറ്റ് ഏത് ശാസ്ത്രശാഖകളായാലും ഈ അടിസ്ഥാനത്തിലാണ് രൂപപ്പെടുന്നത്. ഈ അടിസ്ഥാനം എല്ലാ വേദശാസ്ത്രത്തിന്റെയും ബേസിക്കായി കണക്കാക്കപ്പെടുന്നു. ഈ ചിന്ത അനുസരിച്ചാണ് അപ്പോസ്റ്റൽ ക്രീഡും നൈസീൻ ക്രീഡും രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്റ്റൽ ക്രീഡിൽ പറയുന്ന ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായി ഏകകർത്താവായ യേശുക്രിസ്തു ഞങ്ങൾ വിശ്വസിക്കുന്നു. നൈസീൻ ക്രീഡിൽ പറയുന്നത് പോലെ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനും കൂടെ വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനായ പരിശുദ്ധാത്മാവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഐക്യത്തിന്റെ ഒരു മാറ്റപ്പെടാത്ത ഐക്യത്തിന്റെ ചിട്ട നാം ഗ്രഹിക്കുന്നു. നമുക്ക് ഒരു ട്രയാങ്കിൾ സംവിധാനത്തെ കുറിച്ച് അറിയാം. ട്രയാങ്കിൾ സംവിധാനത്തിൽ 3 വശങ്ങളുണ്ട്. ഈ 3 വശങ്ങളും 3 സൈഡ്സും തുല്യമാണ്. മാത്രമല്ല ഒരു ട്രയാങ്കിളിൽ 3 ആംഗിൾസ് ഉണ്ട്. ഈ 3 ആംഗിൾസും തുല്യമായിരിക്കണം. അതിനെയാണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം ഈ ചിന്തയോട് യോജിക്കുന്നു. ഈ ട്രിനിറ്റേറിയൻ മോഡലിനെ കുറിച്ച് ധാരാളം അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ സെന്റ് ഫ്രാൻസിസ് സേവിയർ പറഞ്ഞ അഭിപ്രായത്തെ, അദ്ദേഹത്തിന്റെ പ്രയർ ഇത് തന്നെയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, മോസ്റ്റ് ഹോളി ട്രിനിറ്റി ഹു ലീവ് ഇൻ മീ, ഐ പ്രൈസ് യു, ഐ അഡോർ യു ആൻഡ് ഐ ലവ് യു. ലെറ്റ് ദ സൺ ലീഡ് us to the Father through the Spirit to live with the Triune. അതിനെ രേഖപ്പെടുത്തുമ്പോൾ, അതിനെ പരിഭാഷപ്പെടുത്തുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. എന്നിൽ വാഴുന്ന പരമതൃത്വമേ, ഞാൻ അവിടത്തെ ആരാധിക്കുന്നു, ഞാൻ അവിടത്തേക്ക് വിധേയപ്പെടുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അവിടത്തെ പുത്രൻ ആത്മാവിലൂടെ പിതാവിലേക്ക് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ തൃത്വത്തിൽ ജീവിക്കുന്നു എന്നാണ്. ഇത് ട്രിനിറ്റി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്. ഒരു പുസ്തകത്തിൽ എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ധാരാളം അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ട്രിനിറ്റി ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് ലവ്, സാക്രിഫിഷ്യൽ ലവ്, എ മോഡൽ ഫോർ us. അത്രമാത്രം വിധേയപ്പെട്ട്, ചിട്ടപ്പെട്ട്, മാറ്റപ്പെടാതെ ആഴമായ സ്നേഹം അവർ തമ്മിൽ വെളിപ്പെടുത്തുന്ന ഒരു അനുഭവമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇനി ട്രിനിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിന് അത് ആവശ്യമാണ്. നമ്മൾ ഇതിനെ ചിന്തിക്കും, ഈ പഠനം എന്താണ് നമുക്ക് ഗുണം ചെയ്യുന്നത്. ട്രിനിറ്റി ഈസ് എ ഫാമിലി. ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ അവർ ഐക്യപ്പെട്ടിരിക്കുന്നു. കുടുംബജീവിതത്തിന്റെ ഐക്യത്തിനും ഈ ട്രിനിറ്റി യോജിപ്പ് ഒരു ഉദാഹരണമാണ്. രണ്ടാമത്, ട്രിനിറ്റി ഇസ് എ കമ്മ്യൂണിറ്റി. അവരൊരു കമ്മ്യൂണിറ്റിയാണ്.
ആൻഡ് ദ 3 persons in communion. അവരിങ്ങനെ ഐക്യപ്പെട്ടിരിക്കുകയാണ്, അവരിങ്ങനെ യോജിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദിസ് യൂണിറ്റി ഈസ് എ മോട്ടിവേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ ഫോർ ദ ഫാമിലിയൽ യൂണിറ്റി, ദ എക്ലീഷ്യൽ യൂണിറ്റി ആൻഡ് ഗ്ലോബൽ യൂണിറ്റി. മനുഷ്യർ തമ്മിലുള്ള ഐക്യത്തിനും, സഭയ്ക്കകത്ത് വിശ്വാസികൾ തമ്മിലുള്ള ഐക്യത്തിലും, കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യത്തിലും ഒരു നല്ല ഉദാഹരണമാണ് ഈ വിശുദ്ധ തൃത്വം എന്ന് പറയുന്നത്. നമ്മുടെ ആരാധനയിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും ഈ തൃത്വം ഒരുമിച്ച് സമന്വയിക്കുമ്പോഴാണ് അതിന്റെ ആഴവും അതിന്റെ ബലവും ശക്തിയും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കോവിഡ് ബാധിച്ച് പള്ളിയിൽ കടന്നു വന്നാലും ചില ദിവസത്തേക്ക് കയ്യസുരു കൊടുക്കാനോ ശരിയായ രീതിയിൽ ഹോളിക്കം എടുക്കാനോ സാധിക്കാത്ത ഒരു അവസ്ഥയിൽ നമുക്ക് മാത്രമല്ല ലോകത്തിലും ദൈവത്തിന്റെ ഈ ട്രിനിറ്റി ഐക്യം, അതിന്റെ ശക്തി പ്രവർത്തിച്ച് നമുക്കെല്ലാവർക്കും സൗഖ്യം നൽകി, ലോകത്തിന് സൗഖ്യം നൽകി, മനുഷ്യന് തരണം ചെയ്യാൻ പറ്റാത്ത ഏത് ശക്തിയെയും തരണം ചെയ്യുവാനുള്ള കൃപയും അനുഗ്രഹവും ഈ വിശുദ്ധ തൃത്വത്തിലൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവെ, തൃത്വത്തെക്കുറിച്ച് നേരിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിലും വേദപുസ്തകം വായിക്കുന്നതിലൂടെ, വേദപുസ്തകം പഠിക്കുന്നതിലൂടെ, വേദപുസ്തകം ധ്യാനിക്കുന്നതിലൂടെ, ജീവിക്കുന്നതിലൂടെ ഈ തൃത്വത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ ആത്മാവ് കൊണ്ട്, പിതാവിന്റെ സ്നേഹം കൊണ്ട്, പുത്രന്റെ സാന്നിധ്യം കൊണ്ട്, പുത്രൻ പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ട്, ഈ മൂവരും ശക്തിയോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കത് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും സാധിക്കുന്നു. കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ലോകത്തിനും വെളിപ്പെടുത്താൻ അങ്ങ് സഹായിക്കണമേ. 3 ഭാഗങ്ങളായി ഞങ്ങൾ കാണുന്നുവെങ്കിലും അങ്ങ് ഒന്നായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വചനം ഞങ്ങൾ തങ്ങി നിൽപ്പാൻ അങ്ങ് സഹായിക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾ അറിയേണ്ട വസ്തുതകളാണ്. അത് പിശാച് എടുത്തുകൊണ്ട് പോകരുത്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നിത്യാവിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമുള്ള സകലത്തെയും സൃഷ്ടിച്ചതായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായി ഏകകർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്കും മുമ്പേ തൻ്റെ പിതാവിൽ നിന്നും ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്നും ദൈവം, പ്രകാശത്തിൽ നിന്നും പ്രകാശം, സത്യദൈവത്തിൽ നിന്നും സത്യദൈവം. ജനിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ. അവനാൽ സകലവും ഉണ്ടായി. അവൻ മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി, പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ നിന്ന് അവതരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ മതത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവും ജീവിപ്പിക്കുന്നവനും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് മാറ്റപ്പെടുന്നവനും പ്രവാചകനെ പറയിച്ചതുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാത്തോലിക്കും അപ്പോസ്തലികമായ ഏകവിശ്വാസ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക ബപ്തിസ്മയെ ഞാൻ അനുസരിക്കുന്നു. മനുഷ്യരുടെ പരിധാനത്തിനും വരുവാൻ ലോകത്തെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. മധ്യസ്ഥത വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലോക്ക്ഡൗണായി സഭയിലെ കൂട്ടായ്മയില്ലാതെ ഭവനങ്ങളിലായിരിക്കുന്ന നമുക്ക് കുടുംബമായി
ഭവനം തന്നെ ആലയമാക്കി ആരാധിക്കുവാനുള്ള കൃപ ദൈവം നൽകിയിരിക്കുന്നു. ഈ സമയത്ത് ഒരു മനസ്സോടുകൂടി വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും വിവിധ സാഹചര്യങ്ങളിലാണെങ്കിലും ഒരു മനസ്സോടുകൂടി നമുക്ക് പരസ്പരം മധ്യസ്ഥത വഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ഓർക്കാം, സഭയിലെ കുടുംബങ്ങളെ ഓർക്കാം. മനസമാധാനവും ഐക്യവും സ്നേഹവും കരുതലും ഭവനങ്ങളിൽ ഉണ്ടാകുന്നതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളെ, നാട്ടിലും നമ്മോടൊപ്പമുള്ള വാർത്തക സഹജമായ ക്ഷീണവും പ്രയാസങ്ങളും അനുഭവിക്കുന്ന മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കാം. പലരും രോഗികളാണ്. നിമ്മിയുടെ പിതാവ്, ഷെറിൻ്റെ പിതാവ്, ലിൻസിയുടെ പിതാവ്, കെൽവിൻ്റെ മദറിലോ, ഗ്രേസി ആൻറ്റി, പതി ആൻറ്റി, മേരിക്കുട്ടി ആൻറ്റി, നിമ്മു ആൻറ്റി തുടങ്ങിയ ക്ഷീണത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അവർക്ക് സൗഖ്യവും വേദനയും ബുദ്ധിമുട്ടുകളും സഹിക്കുവാൻ ആവശ്യമുള്ള ശക്തിയും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടായ്മയിലുള്ള വിധവമാരെയും വിഭാര്യരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഏകാന്തതയും നിരാശയും ഉണ്ടാകാതെ കർത്താവിൻ്റെ സാന്നിധ്യം അവരോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്നതിന് വേണ്ടി കൂടെയുള്ള മക്കൾ ദയയോടും കരുണയോടും അവരെ പരിപാലിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഡയബറ്റിക്, BP, ഹാർട്ട് പ്രോബ്ലംസ്, വാദം, ശ്വാസമുട്ടൽ, അലർജി, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളാൽ വലയുന്ന പ്രിയപ്പെട്ടവർക്ക് സൗഖ്യവും ആശ്വാസവും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഗർഭിണിയായ മകൾക്കായി പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ ദൈവപരിപാലനം അതിയായി ലഭിക്കുന്നതിന് വേണ്ടി തക്ക സമയത്ത് സുഖവിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ ആകുലതയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഓർക്കാം. വിവാഹപ്രായമെത്തിയ മക്കൾക്കായി പ്രാർത്ഥിക്കാം. തക്ക സമയത്ത് തക്ക തുണിയെ കണ്ടെത്തുന്നതിനായി ദൈവം സഹായിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി തേടുന്ന യുവാക്കളെ, തൊഴിൽ നഷ്ടപ്പെട്ടവരെ, പലരുടെ ശമ്പളം വെട്ടിക്കുറച്ചു, തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ, സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലില്ല, സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ തകർന്നു പോകാതെ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനുള്ള പ്രാപ്തി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസം ചെയ്യുന്ന നമ്മുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പുതിയ വിദ്യാഭ്യാസ രീതി, ഓൺലൈൻ പഠന രീതി കുഞ്ഞുങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നതിനും ശ്രദ്ധയോടെ പഠിക്കുന്നതിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഭവനങ്ങളിൽ അതിനുചിതമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ മാതാപിതാക്കളെയും ഒരുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉപജീവനത്തിനായും വിദ്യാഭ്യാസത്തിനായും അന്യ ദേശത്ത് പാർക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ പ്രവർത്തനങ്ങൾക്കായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സഭാ കമ്മിറ്റി, ബിൽഡിംഗ് കമ്മിറ്റി, കൊയർ, വിമൻസ് ഫെലോഷിപ്പ്, യൂത്ത് ഫെലോഷിപ്പ്, സൺഡേ സ്കൂൾ തുടങ്ങിയ എല്ലാ സംഘടനകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭ പണിയെ നമുക്ക് ഓർക്കാം. കുറച്ച് നാളുകളായി എൻ്റെ പണി നിശ്ചലമായിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് പുനരാരംഭിക്കുന്നതിനും സ്വന്തമായ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് ദൈവത്തെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദേശത്ത് പിടിപെട്ടിരിക്കുന്ന മഹാമാരി ഒഴിഞ്ഞു പോകുന്നതിനായി എല്ലാവർക്കും പ്രതിരോധ ശക്തി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റാരോഗ്യ പ്രവർത്തകർ, പോലീസ്, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയ്ക്കായി പ്രാർത്ഥിക്കാം. ലോകവ്യാപകമായി ഈ മഹാമാരിയെ പ്രതിരോധിക്കാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്യുന്നതിനും ഫലപ്രാപ്തിയിലെത്തുന്നതിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സുവിശേഷ പ്രവർത്തകർക്കായും മിഷണറിമാർക്കായും പുരോഹിതന്മാർക്കായും ബിഷപ്പുമാർക്കായും രാഷ്ട്രീയ നേതൃത്വം വഹിക്കുന്നവർക്കായും പ്രാർത്ഥിക്കാം. കാര്യശേഷിയോടും ജ്ഞാനത്തോടും വിവേകത്തോടും പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ലോക്ക്ഡൗൺ ഇളവുകൾ പ്രഖ്യാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ വ്യക്തികളും ബുദ്ധിപൂർവം സൂക്ഷ്മതയോടെ ജീവിക്കുന്നതിനും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച്
സുരക്ഷിതരായിരിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. സ്വദേശത്തേക്ക് മടങ്ങി വരുന്ന പ്രവാസികളെ ഓർക്കാം. ജീവിതം സുരക്ഷിതമാകുന്നതിന് വേണ്ടി നാട്ടിലുള്ള അവരുടെ വാസം അവർക്കും മറ്റുള്ളവർക്കും ഭാരമായി തീരാതിരിക്കുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ഹൃദയനുറുക്കത്തോടും ചഞ്ചല ഹൃദയത്തോടും ഞങ്ങളെ സമീപിക്കുന്ന ഞങ്ങളോട് മനസ്സിലാക്കണമേ. നിങ്ങൾ ഒരു മനസ്സോടുകൂടി എന്ത് യാചിച്ചാലും തരാമെന്ന് പറഞ്ഞല്ലോ. ഒരു മനസ്സോടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ആവലാതികൾ അങ്ങയുടെ സന്നിധിയിൽ നിർത്തിവെച്ചത്. പല ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട്, പല സ്ഥലത്തിരുന്നുകൊണ്ട് ഞങ്ങൾ ഒരു മനസ്സോടെ അങ്ങനെ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ബലഹീനതകൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമേ. ദീർഘവീക്ഷണം ഇല്ലാതെയും അറിവില്ലായ്മ കൊണ്ടും എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ധാരാളം കാര്യങ്ങൾ ഇനിയും ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ ബലഹീനത മനസ്സിലാക്കി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്നു ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ ഇതുവരെയും അവിടുത്തെ കൃപ പകർന്നതുകൊണ്ട് സ്തോത്രം. ഇനിയും ഞങ്ങൾ കാക്കണമേ. ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുവാൻ, ആലയത്തിൽ വന്ന് ഞങ്ങളുടെ സങ്കടങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ബോധിപ്പിക്കുവാൻ, ആലയത്തിൽ വന്ന് കൂട്ടായ്മയുടെ മനോഹാരിത നുകരുവാൻ ഞങ്ങളെ എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന മഹാമാരിയെ പൂർണ്ണമായും അങ്ങ് തുടച്ചു മാറ്റണമേ. ഞങ്ങളെ സുരക്ഷിതരായിട്ട് അങ്ങ് വഴി നടത്തണം. ബലഹീനതകളും കുറവുകളും ക്ഷമിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന യേശു മൂലം കേൾക്കണം സ്വർഗ്ഗപിതാവേ. ആമേൻ. Almighty God, Father of all mercies, thine unworthy servants do give the most humble and hearty thanks for all the goodness and loving kindness to us and to all men. We bless thee for our creation, preservation, and all the blessings of life, but above all the time, inestimable love in the redemption of the world by our Lord Jesus Christ, for me grace and for the hope of glory, and we beseech thee, give us that due sense of all the mercies, that our hearts may be unfeignedly thankful, and that we show forth the praise not only with our lips but in our lives, by giving up ourselves to the service, and by walking before thee in the holiness and righteousness all our days, through Jesus Christ our Lord, to whom with thee and the Holy Spirit be all honor and glory with world without end. Amen. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരയണമേ, തിരുവിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരവും തരയണമേ. ഞങ്ങളെ കടക്കാരോടും ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാവടങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷ കിടത്താതെ സർവ്വോഷം ഇരിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. സമാധാനത്തോടുകൂടി ആശീർവാദം കൈക്കൊള്ളാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവിളെയും ക്രിസ്തയേശും കേൾക്കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തിയുള്ള ദൈവത്തിന് അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി നാം എല്ലാവരോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.